ഗുജറാത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ടാണ് ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളിലെ ചൂടേറിയ വാർത്ത എന്ന് പറയുന്നത്. ഗുജറാത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നിലംപരിശായിരിക്കുന്നു. ബി.ജെ.പിയുടെ അടുത്തുപോലും എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഛത്തീസ്ഗഡിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായിരുന്നു കോൺഗ്രസ്. അതിനു മുമ്പുള്ള ദില്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വട്ടപൂജ്യമായിരുന്നു. ഹരിയാനയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഭരണം പിടിക്കാമെന്നില്ലെങ്കിലും കോൺഗ്രസിന് അവിടെ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബി.ജെ.പി ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ അവിടെ ഭരണത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സമാനമായ രീതിയിൽ ഗുജറാത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻസിലും യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിം മേഖലകളിലാണ് കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ സാധിച്ചത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ബാക്കി എല്ലാ മേഖലകളിലും ബി.ജെ.പിയുടെ അപ്രമാദിത്വമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗുജറാത്ത് എന്ന് പറയുന്നത് കാവിക്കോട്ടയാണ്. ബി.ജെ.പിയുടെ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള സ്ഥലമാണ്, പ്രധാനമന്ത്രിയുടെ നാടാണ് എന്നുള്ളത് നമ്മൾ ആരും മറന്നുപോകരുത്. എന്തായാലും അവിടെ കോൺഗ്രസ് ഒരു നാൾ ഗുജറാത്ത് ഭരിച്ചിരുന്നതാണ്. അവിടെ കോൺഗ്രസിനും വേരോട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ 99 സീറ്റിൽ ചുരുക്കാൻ അവിടെ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ കോൺഗ്രസ് അവിടെ ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അതൊന്നും തന്നെ ഇപ്പോൾ കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഗുജറാത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻസിന്റെ ആ ഒരു റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താലൂക്കിയ പഞ്ചായത്തിൽ ആകപ്പാടെ 78 സീറ്റുകളിൽ ബി.ജെ.പി 55ഉം കോൺഗ്രസ് 17ഉം മറ്റുള്ളവർ 6 സീറ്റുകളും നേടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മുനിസിപ്പൽ വാർഡുകളിൽ 1858 മുനിസിപ്പൽ വാർഡുകളിൽ 1402 വാർഡുകളും ബി.ജെ.പി പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 260 വാർഡുകൾ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ പോയിരിക്കുന്നത്. മറ്റുള്ളവർ 236 സീറ്റുകളാണ് പിടിച്ചിരിക്കുന്നത്. ഇനി മുനിസിപ്പാലിറ്റി മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബി.ജെ.പി 62, SP 2, INC 1, ബാക്കിയുള്ളവർ 2 എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഗുജറാത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കഴിയുമ്പോൾ കോൺഗ്രസ് കൂടുതൽ ഗുജറാത്തിൽ അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിലൂടെ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ റിസൾട്ടുകളിലൂടെ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി.ജെ.പി കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അവരുടെ തേരോട്ടം ഗുജറാത്തിൽ കൂടുതൽ ശക്തമായി വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.